ഓട്ടുപാറ നഗരഹൃദയത്തിൽ നടന്ന ആഡംബരക്കാരന്റെ മരണപ്പാച്ചിലിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി. കാർ തടയാൻ ശ്രമിച്ച പോലീസ് ഓഫീസർമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാം. വിശദാംശങ്ങൾ പരിശോധിക്കാം. വാഴാനി റോഡിൽ നിന്ന് അമിത വേഗതയിലെത്തി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കറുത്ത കാർ പോലീസ് വാഹനം റോഡിന് കുറുകെയിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും ജീപ്പിന് മുന്നിൽ സഡൻ ബ്രേക്കിട്ട അതേ വേഗതയിൽ പുറകോട്ടെടുത്ത വല്ലാത്ത ഭീതി പരത്തി വീണ്ടും കുതിച്ചു പായുകയായിരുന്നു. ഓഫീസർമാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 ഏറെ ഭീതി വിതച്ച സംഭവം. കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനം കണ്ടെത്താനായില്ല. അന്വേഷണം ഊർജിതമാക്കി. അതിനിടെ നഗര സുരക്ഷയ്ക്ക് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ കാഴ്ച വസ്തുക്കളാണെന്ന ആരോപണവും ഉയർന്നു. 2013-14 കാലഘട്ടത്തിൽ അന്ന് മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12,20,000 രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനം സ്തംഭിച്ചു കിടക്കുമ്പോഴും അധികൃതരും നീണ്ട ഉറക്കത്തിലാണ്. കുറ്റകൃത്യങ്ങളും സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടവും നിത്യസംഭവമാവുകയാണ്. ക്യാമറകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ PN വൈശാഖ് ആവശ്യപ്പെട്ടു. നഗരസഭയുടെ 2 ബജറ്റിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപ വീതം മാറ്റിവെച്ചിരുന്നു. ഇതും എവിടെയും എത്തിയിട്ടില്ല. പ്രക്ഷോഭം ആരംഭിക്കുമെന്നും PN വൈശാഖ് അറിയിച്ചു. വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപകമായിട്ട് അധോലോക സംഘങ്ങൾ ഗുണ്ടകളൊക്കെ വിളയാടുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടിവാൾ വിനീത് എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ട വാഹനം മോഷ്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഈ വടക്കാഞ്ചേരിയിലുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഈ വാഴാനി റോഡ് ഈ മേഖലയിൽ ഒരു വാഹനത്തെ ചേസ് ചെയ്ത് മറ്റൊരു വാഹനം ക്രോസ് ചെയ്യുന്നതും പിന്നീട് പോലീസിനെ കണ്ടപ്പോൾ വാഹനം റിവേഴ്സ് അടിച്ച് കിട്ടുന്ന സ്പീഡിൽ ആളുകൾ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ടോ, വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കാതെ വാഹനങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്ന രീതിയിൽ സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ എടുത്തു പോയത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വാഹനങ്ങൾ വടക്കാഞ്ചേരി മേഖലയിൽ വന്നു പോകുന്നത് ദുരൂഹമാണ്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ടൗൺ മേഖലയിൽ. ഇവിടെ മുമ്പ് ഈ വടക്കാഞ്ചേരി MLA ആയിരുന്ന CN ബാലകൃഷ്ണൻ ഈ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരവും വടക്കാഞ്ചേരിയും സർവേലൻസിൻ്റെ ഭാഗമായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ പിന്നീട് ആ ക്യാമറകൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പിന്നീട് വന്ന ജനപ്രതിനിധി ആണെങ്കിലും ശരി, പിന്നീട് വന്ന നഗരസഭയാണെങ്കിലും ആ ക്യാമറകൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അതൊന്നും ഇന്ന് നിശ്ചലമായ ഒരു സ്ഥിതിയാണ് വടക്കാഞ്ചേരിയിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലൊക്കെ വടക്കാഞ്ചേരി നഗരസഭയുടെ ബഡ്ജറ്റിൽ ക്യാമറകൾ റിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ പുതിയ ക്യാമറകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ 10 ലക്ഷം രൂപയോളം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അതും എവിടെയും എത്തിയിട്ടില്ല. ഇന്ന് പലപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ പല കേസുകളും തെളിയിക്കുന്നത് വടക്കാഞ്ചേരിയിലെ കടകളിലെ ക്യാമറകളിൽ നിന്ന് അവിടെ നിന്നുള്ള വിഷ്വൽസ് എടുത്തുകൊണ്ടാണ്. പക്ഷേ വടക്കാഞ്ചേരി ഏറ്റവും സെൻറ്റർ എന്ന് പറയുന്ന ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ കൃത്യമായി ഒരു ക്യാമറ പോലും വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതിയുണ്ട്. ബസ് സ്റ്റാൻഡ് ഉൾഭാഗത്താണെങ്കിലും അതുപോലെ വാഴാനി റോഡിലേക്കാണെങ്കിലും ഏത് ഭാഗത്തിലൂടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നൊരു സ്ഥിതി ഇന്ന് വടക്കാഞ്ചേരിയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെയുള്ള ഗുണ്ടകൾ പലപ്പോഴും വടക്കാഞ്ചേരി മേഖലയിൽ വന്നു പോകുന്നതും. ഇതെല്ലാം ദുരൂഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ അടിയന്തരമായി സർവേലൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടുന്ന രീതിയിലും അതുപോലെ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകൾ, അത് ഈ സംസ്ഥാന പാതയിൽ 2 ബസ് സ്റ്റാൻഡുകൾ മാത്രമല്ല മറ്റു മേഖലകളിലും ചേർന്ന് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടി അടിയന്തരമായി അധികാരികൾ കൈക്കൊള്ളണം. അതിന് വടക്കാഞ്ചേരി MLA അതിനുവേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കണം. വടക്കാഞ്ചേരി നഗരസഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷവും ബഡ്ജറ്റിൽ വെച്ച ക്യാമറകൾ ഉടനെ സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരേണ്ട സ്ഥിതി ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക.